ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വീട്ടിലാണ്. നമ്മൾ അച്ഛൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ സാറ് മോളെ കല്യാണത്തിന് പോവുകയാണ്. ട്രെയിനിനാണ് പോകുന്നത്, പക്ഷേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഗൈസ്. ഇരിക്കാനുള്ള സീറ്റ് ഇല്ലായിരുന്നെങ്കിലും വടകര എത്തിയപ്പം നമുക്ക് മൂന്നാൾക്ക് സീറ്റ് കിട്ടി. നമ്മൾ കോഴിക്കോട് എത്തി നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോയി ഗൈസ്. ശ്രീനാരായണ ഹാളായിരുന്നു, ഏതൊരു അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ഗൈസ്. എൻട്രൻസിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഗണേഷ് മൂർത്തിയും പിന്നെ പൂവുകളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് പോയി. ചെന്നപ്പോൾ തന്നെ അവിടെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചേച്ചിയുടെ അനിയൻ എൻ്റെ സീനിയറാണ് കോളേജിൽ. പിന്നെ എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കോഴിക്കോട് നവോദയയിൽ. അങ്ങനെ അവരോടൊക്കെ പോയി സംസാരിച്ചു. ഇതേക്കെൻ്റെ മുഹൂർത്തത്തിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ വന്നു. അവർ സ്റ്റേജിലോട്ട് കൊണ്ടുപോയി എല്ലാവരും കൂടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, താലമൊക്കെ പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടവിടെ ഇരുന്നു. എൻ്റെ കോളേജിൽ നിന്നും കുറച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടും പോയി സംസാരിച്ചു. പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിക്കോസ് നമ്മുടെ ട്രെയിൻ 2:15 ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കുന്ന പാർട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. ബട്ട് സീരിയസ്ലി ഗൈസ്, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മേലെ പോയി എല്ലാവരോടും ഫോട്ടോ എന്നൊക്കെ ചോദിച്ചു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ് പോയത്. ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. നല്ല തിരക്കായിരുന്നു, ട്രെയിനിലും നല്ല തിരക്കായിരുന്നു. വടകര വരെ നിന്നിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി, ബാക്കി 3 പേരും നിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്മേൻ്റെ നവോദയയിലേക്കാണ് ഗൈസ് പോയത്. അങ്ങനെ അമ്മേനെ അവിടെ ഡ്രോപ്പാക്കി അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഞാനും അച്ഛനും അനിയനും കൂടെയാണ് വീട്ടിലേക്ക് പോയത്. ഒന്ന് വഴിക്കൊരു തട്ടുകടയിൽ നിർത്തി നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചു ഗൈസ്. അടിപൊളിയാണ് അവിടുത്തെ ബജ്ജി. നമ്മളെപ്പോഴും കഴിക്കുന്നതാണ്. പാനൂർ കൂത്തുപറമ്പ് റൂട്ടിലാണ് വരുന്നത്. അങ്ങനെ കുക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഒരു മന്തിയും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.